ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി, അതാരുമാവാം, നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, ലൈഫ് പാർട്ട്ണർ, ലവർ, ഫ്രണ്ട്, ഇങ്ങനെ ഏത് രീതിയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രത്തോളം ആ ഒരു പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തിനു വന്നു, നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയിൽ അവർക്ക് എന്താണ് സ്ഥാനം, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു നിയോഗം എന്താണ്, ലൈഫ് പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, ആ ലൈവായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് പേരെന്നോട് വാട്സാപ്പിലൊക്കെ വന്ന് ചോദിച്ചു, അതുപോലെ കമൻസിൽ ഞാൻ കണ്ടു, ഇനി പഴയതുപോലെ ചെയ്യില്ലേ, അത് കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്ന ആ ഒരു റൂമിലും ആകെ ഒരു ഡിസ്റ്റർബ്ഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റിങ്ങും പിന്നെയും ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെയാവും. അപ്പോൾ ആ ഒരു ടൈം അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് പഴയതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ആർക്കും ഇനിയിപ്പോൾ അതിലൊരു അങ്ങനെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പർ ഞാൻ വൺസ് ഇൻ എ വീക്ക് ഒക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ കമൻസിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യേണ്ടത് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പേഴ്സണൽ റീഡിങ് എടുപ്പിക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനാണെന്നുണ്ടെങ്കിലും വാട്സപ്പ് മെസ്സേജസ് ആയിട്ട് ഇടുക. ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിത് എപ്പോൾ കാണുന്നോ അപ്പം മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും. ഇവിടെയുള്ള എനർജീസ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റേതാണെങ്കിൽ മാത്രം നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലാതുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ കാർഡും എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റായിട്ടൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഓവറോൾ എനർജി ആയിട്ട് എടുത്ത കാർഡാണ് ആ ഒരു ഡെസ്റ്റിനി കാർഡ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കിത് വ്യക്തമാണ്, ഈ ഒരു വ്യക്തി, നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി, നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, ലവർ അല്ലെങ്കിൽ ആരും ആയിക്കൊള്ളട്ടെ, അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള, നിങ്ങളുടെ വിധിയിലുള്ള ആ ഒരു പേഴ്സൺ തന്നെയാണ് അവർ. നമ്മുടെ ലൈഫിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടും അല്ലേ. ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം, നമ്മൾ പലരെയും പ്രണയിച്ചിട്ടുണ്ടാവാം, ഒന്നിൽ കൂടുതൽ മാരേജ് ചെയ്തിട്ടുള്ളവരുണ്ടാവാം. പക്ഷേ ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സണെ മാത്രം നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് പോലെയല്ല കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളെയും പോലെയല്ല നമ്മൾ കാണുന്നത്. അവർക്ക് എന്തൊക്കെയോ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് പോലും അറിയാൻ കഴിയാത്ത ഒരു ഹൃദയബന്ധം ആ ഒരു വ്യക്തിയായിട്ട് നമുക്കുണ്ടാവാം. ചിലപ്പോൾ പല റിലേഷൻഷിപ്പിലുണ്ടായിരുന്നിട്ടും അതൊക്കെ ഒന്ന് ബ്രേക്കപ്പ് ആവുകയെ അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോവുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ അനുഭവിക്കാത്ത ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇമോഷണൽ പെയിൻ ഇതിൽ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഡിസ്ട്രപ്ഷൻ്റെ ഒരു കാർഡാണ്, അതായത് ഒരു തകർച്ച. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൂണ്ട്, നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു വൂണ്ട് ഉള്ള ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. അതായത് നിങ്ങളുടെ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന, ചിലപ്പോൾ ഏത് രീതിയിലും ആവാം, ഇമോഷണലി ആയാലും അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതെ നിങ്ങളൊരു ഇംബാലൻസ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വൂണ്ടിന് ഒരു റിലീഫായിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു മരുന്ന് പോലെ വന്നിട്ടുള്ളതായിരിക്കാം ഈ ഒരു പേഴ്സൺ. ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുന്നൊരു സമയത്ത് മറ്റേതെങ്കിലും ഒരു കണക്ഷനോ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറ്റാച്ചായി നിൽക്കുന്നൊരു സമയമോ എങ്ങനെയായിരിക്കാം. അപ്പോൾ ഏത് കാര്യങ്ങളുമാണ് നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഉണ്ടായിരുന്നതെങ്കിലും തീർച്ചയായിട്ടും ഇതിനൊരു ഇമ്പോർട്ടൻസ്, അതായത് ചോയ്സസിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇതിന് കൊടുത്തതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം, രണ്ടുപേരും മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആ ഒരു നിലവിലുള്ള ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്നേഴ്സായിട്ട് മോശം അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു പേഴ്സൺ വന്നപ്പോൾ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട്
ഇവർക്ക് ആ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചോയ്സസിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇവർക്ക് കൊടുത്തു, അവരും തിരിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം. ചിലപ്പോൾ നിങ്ങൾ ലൈഫിൽ പല കാര്യങ്ങളിലും പുറകിലേക്ക് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ചിലപ്പോൾ ഒരു പടി ഒന്ന് താഴെയുള്ള വ്യക്തിയായിരിക്കാം. അതായത് ചിലപ്പോൾ ഫിനാൻഷ്യൽ വൈസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ പൊതുവെയുള്ള ഫിസിക്കൽ അപ്പിയറൻസിലാവാം, അതുമല്ല റിലീജിയസ് വൈസ് ആയാലും ഏത് രീതിയിൽ നോക്കുമ്പോഴും ഒരു കമ്പാരിസൺ വരുമ്പോൾ ഇവരാണ് നിങ്ങളെക്കാൾ കുറച്ചധികമായിട്ട് മികച്ച നിന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ വീക്കായിരുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ ഇവരായിരിക്കണം നിങ്ങളെ ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ട്, ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന ആളായിരിക്കാം, ഡാൻസ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഷൈ ആയിട്ട് പുറകിൽ നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അതിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രചോദനം തന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആവണമെന്ന് പോലും ഇല്ല, പക്ഷേ ഇവരിലൂടെ ആയിരിക്കണം നിങ്ങൾ അത്രത്തോളം ഡീപ്പായിട്ട് സ്നേഹിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്ങിലേക്ക് വരാനും. അങ്ങനെ ലൈഫിലുള്ള ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പുറകിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസായിട്ട് ഒക്കെ തന്നിട്ടുള്ള വ്യക്തികളാണ് ഇവിടെയുള്ളത്. അതായത് ഇവരെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്ന വെളിച്ചം, അതാണ് ഇവരെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അതുവരെ ഇല്ലാത്ത പോലെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ പാരൻസിനെ പോലെയുള്ളൊരു സപ്പോർട്ട് ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം. ഇനി ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ പ്രണയിക്കുന്ന വ്യക്തി ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ടാണ്, നിങ്ങൾ പരിചയപ്പെട്ട നിങ്ങളുടെ ഒരു ഫ്രണ്ടാണെങ്കിൽ പോലും ഇവരുടെ ഒരു മോറൽ സപ്പോർട്ട് നിങ്ങൾക്ക് വളരെയധികം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്താണ്, എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നിങ്ങളെ പഠിപ്പിച്ച് തന്നത്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു ബ്യൂട്ടിഫുൾനെസ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങളെ മനസ്സിലാക്കിച്ച് തന്നിട്ടുള്ളത്, ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കിച്ച് തന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ആയിരിക്കണം. നിങ്ങളിപ്പോൾ ഏത് ഏജിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മികച്ച കാലഘട്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്പാനിലെ ഒരു നല്ല കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാവുക ഈ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കണം. കാര്യം അത്രത്തോളം പ്രൊട്ടക്റ്റീവായിട്ട്, കെയറിങ് ആയിട്ട്, സപ്പോർട്ടായിട്ട് നിങ്ങൾ സാഡ് ആകുമ്പോൾ ഒന്ന് ഹാപ്പി ആക്കി വെക്കുന്ന ടൈപ്പ് എനർജിയുള്ള ഒരു പേഴ്സണാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു വശം നിങ്ങളെ കാണിച്ചു തന്നിട്ട്, നിങ്ങളെ സന്തോഷിപ്പിച്ച് തന്നിട്ട് അതേ വ്യക്തി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫ് ഏറ്റവും ഡാർക്കാക്കി, അതായത് ഏറ്റവും കൂടുതൽ ആ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥ, ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള ആ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ എത്തിച്ചതും ഈ ഒരു പേഴ്സൺ നിമിത്തം തന്നെയാണ്. അപ്പോൾ ഞാൻ റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വിധിയിലുള്ളതാണ്. അതായത് നമ്മൾ പലരെയും നമ്മുടെ ലൈഫിൽ കണ്ടുമുട്ടും, പക്ഷേ ചിലവർ മാത്രമാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കുക. നമ്മുടെ ലൈഫിലും ചിലപ്പോൾ നമ്മൾ ഏറ്റവും നല്ല നിലയിലെത്തുന്നതും അല്ലെങ്കിൽ ഏറ്റവും ഇരുണ്ട ഒരു ഭാഗത്തേക്ക് പോകുന്നതൊക്കെ ഇങ്ങനെ വന്ന് കയറുന്ന ചില വ്യക്തികളുടെ ഒരു പ്രസൻസ് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ പ്രണയമോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാവരും നമ്മളുടെ സോൾമേറ്റോ അല്ലെങ്കിൽ അത്രയും അടുത്ത ഡീപ്പായിട്ടുള്ള ബന്ധമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ. അതിൽ പോലും എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ അവർ ട്വിൻ ഫ്ലെയിം എനർജീസിലുള്ളവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വളരെ റെയറായിട്ട് ഒരു റെയർ കോമ്പിനേഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ പുറമേയുള്ള വ്യക്തികളായിരിക്കാം ആ ഒരു രീതിയിൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് ആ ഒരു സോൾട്ടായി, ആ ഒരു ബന്ധനം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന് നിങ്ങൾക്ക് അത്രയധികം ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ വീണ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നു. പക്ഷേ അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ മുകളിൽ നിന്ന് കൊണ്ടുപോയിട്ട് താഴെ ഇട്ടിട്ടുള്ളതും ഈ വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഹാർട്ട് ചക്രയുടെ കാർഡ് ഉള്ളതുപോലെ തന്നെ അത്രത്തോളം ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ഹാർട്ട് ചക്രയുടെ ബ്ലോക്കേജ് എല്ലാം മാറി അങ്ങനെയുള്ളൊരു നല്ല സിറ്റുവേഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ ഹാപ്പിനെസ്സും വരിക, നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആവുക, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോടൊരു എമ്പതി വരിക. ഇതെല്ലാം നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഹാർട്ട് ചക്ര ബ്ലോക്കേജിന് ഉണ്ടായിട്ടുള്ള കാരണം ഈ ഒരു വ്യക്തി തന്നെയാണ്. അതായത് ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു രക്ഷകരായിട്ട് വന്നിട്ടുള്ളത് ഇവരാണ്. ഇപ്പോൾ
അപ്പോൾ ശിക്ഷകരായിട്ടിരിക്കുന്നതും ഇവരാണ്. അതായത് ഒരാൾ തന്നെ നമ്മളെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്ന ആയി കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പെയിൻ. കാര്യം നമ്മൾക്ക് ഒരു വിഷമം വരുമ്പോൾ ഓടിപ്പോയി പറയുന്നത് ഇവരോടാണ്. പക്ഷേ ഇവർ തന്നെ വിഷമം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളത് ആരോട് പറയും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് പലരും ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള എനർജി ആയിട്ടുള്ള പേഴ്സണായിട്ടാണ് നിങ്ങളുടെ ലൈഫ് ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ്, ആ ഒരു വ്യക്തി ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിയോഗമായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കണം. ഈ ഒരു ലൈഫിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം എന്നുള്ള ആ ഒരു കർമ്മ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടാവാം, ഡിവൈനോട് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടാവാം, ഇത്രയും നല്ലൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് തന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയതിന്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ നഷ്ടപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അത്രത്തോളം ഒരു ഹോപ്പാണ് ഇവർ, അത്രത്തോളം ഒരു വെളിച്ചം, നിങ്ങളുടെ ലൈഫിൻ്റെ വെളിച്ചമായിരുന്നു ഇവർ. അപ്പോൾ ഇത്രയും നല്ലൊരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നല്ലോ എന്നോർത്ത് സന്തോഷിച്ച നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ ഒരു ഡ്രോബാക്ക് സ്റ്റേജ് വന്നപ്പോൾ തീർച്ചയായിട്ടും എന്തിനിവരെ പരിചയപ്പെടുത്തി, ഇവർ വരേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവണം. ഇവിടെ നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കാർഡിൻ്റെ താഴെയായിട്ട് ആ ടെംപ്റ്റേഷനും അതേപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു നിങ്ങളുടെ, ഞാൻ പറഞ്ഞ ആ ഒരു വൂണ്ട് നിങ്ങൾക്കുള്ളൊരു സമയത്താണ് ഇവർ വന്നത് എന്നുള്ളത്. അതേ ഒരു വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അതുപോലെ തന്നെ മറ്റൊരു പീരീഡ് എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു കരിനടൽ വീഴ്ത്തി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നെഗറ്റീവ് ആ ഒരു ഷെയ്ഡിലേക്ക് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ഒരു റീജോയിനിങ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒന്നിച്ചുണ്ടായിരുന്നത് ഇഷ്ടപ്പെടാത്ത പലരും നിങ്ങളുടെ ചുറ്റിനും കണ്ടേക്കാം. ചിലപ്പോൾ നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന പോലെ നടന്നിട്ടുള്ളവരായിരിക്കാം. ഒരുപാട് പേര് അങ്ങനെ കമൻസ് പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളെപ്പോലെ ആ ഒരു അത്ര നല്ല വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു പ്രണയിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അത്ര നല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു വ്യക്തികൾ വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ അതിൽ തന്നെ പെട്ടിട്ടുള്ള കുറേ ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുടെ ഒരു നെഗറ്റീവ്, അതായത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ കണ്ണ് വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ജേണിയിലൂടെ ആണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നിങ്ങളെ ഈ ലൈഫിൻ്റെ പല പല ലെസൺസ് അല്ലെങ്കിൽ ഓരോ സ്റ്റേജുകൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വ്യക്തികളെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്പിരിച്വലി കണക്റ്റഡ് ആവേണ്ടത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ച് തരാൻ, അതായത് നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് ആകെ ടോട്ടലി നിങ്ങളെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഇവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മനോഹരമായൊരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇവർ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിലുള്ള നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ലൗകികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി എന്താണ്, ആ ഒരു സുഖം സന്തോഷം എന്താണെന്നുള്ളത് ഇവർ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ ഇവർ തന്നെ, അതായത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെയാണ് ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകുന്നത്. ആ ഒരു പോസിറ്റീവ് സൈഡിന് ശേഷം ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ തന്നെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ആ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം വിഷമിക്കാമോ അതിൽ നിന്ന് ആ ഒരു വിഷമം അനുഭവിച്ച് നിങ്ങളവിടെ ഡൗൺ ആയിട്ട് തേഞ്ഞു മാഞ്ഞു പോകാനായിട്ടല്ല, അവിടെ നിന്ന് നിങ്ങളൊരു ലെസൺ പഠിച്ച് നിങ്ങൾ സ്പിരിച്വലി കൂടി സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ സംഭവിച്ചിട്ടുള്ളത്. എക്സാക്ട്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വേർഡ് തന്നെയാണ് ഇവരുടെ ഒരു പർപ്പസ്, നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു പർപ്പസ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സൈഡ്, പോസിറ്റീവായിട്ടുള്ള കാലഘട്ടം, ആ ഒരു സന്തോഷം ഇവർ തന്നു. അതേപോലെ തന്നെ ഇനി നെഗറ്റീവായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ പോയി പല കാര്യങ്ങളും പഠിച്ച് നിങ്ങൾ കുറേ കൂടി നമ്മൾ ഈ ഒരു എന്താ പറയുക, ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, കുറച്ച് സ്പിരിച്വലി ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ഈ രാഹു കേതുക്കളുടെ കാര്യം പറയുന്നത് പോലെ, ഒന്ന് ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ലൗകിക സുഖമാണ് എങ്കിൽ മറ്റത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആണ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ രണ്ടും ഇവരിൽ നിന്ന് തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺസിൻ്റെ എനർജി വെച്ചിട്ട് പറയാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള, നിങ്ങൾ രണ്ട് പേഴ്സൺസിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ശരി തന്നെ, അത് നമ്മളുടെ കണ്ണിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ശരിയായിരിക്കാം. അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ ഇടപെടലാവാം, അല്ലെങ്കിൽ സാമ്പത്തികമാവാം.
അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ഇത് നമ്മളുടെ കണ്ണിൽ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇന്നർ മീനിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പർപ്പസ് എടുക്കുമ്പോൾ ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതിന് മുൻപ് എത്ര പേർക്ക് ടാരറ്റ് റീഡിംഗ് എന്ന് വെച്ചാൽ അറിയാമായിരുന്നു? അല്ലെങ്കിൽ എത്ര പേര് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ എത്ര പേര് സ്പിരിച്വലി കണക്റ്റഡ് ആയിരുന്നു? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലായിരുന്നു. കാരണം പലവരും എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അറിയില്ലായിരുന്നു. എന്താണിതെന്നൊക്കെ അറിയാൻ തുടങ്ങിയത് പോലും ഒരു നിമിത്തമായിട്ട് പെട്ടെന്ന് യൂട്യൂബിലൊരു സജഷൻ വന്ന് കണ്ടതാണ്. ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, എന്താണിതെന്ന് പോലും പിടിയില്ല എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ അടുത്ത് പലരും പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിയോഗമാണ്, അതുകൊണ്ടാണ് അവർ കണ്ടത്. നമുക്ക് യൂട്യൂബിലാണെങ്കിലും എന്തോരം സജഷൻസ് വരും. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം മാത്രമല്ല, നമ്മളുടെ ബ്യൂട്ടി വ്ളോഗ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി വ്ളോഗ്സ് ആയാലും ട്രാവലിംഗ് വ്ളോഗ് ആയാലും എന്തോരം കാര്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത, നിങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ, ഇങ്ങനെയുള്ളൊരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരിക. അത് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് മാച്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു വ്യക്തമായിട്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ, അതിനൊക്കെ ഒരു റീസണുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ അതിനും ഒരു റീസണുണ്ട്. ഞാനും നിങ്ങളും തമ്മിൽ ഏതൊക്കെയോ രീതിയിൽ കണക്റ്റഡാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. ഒരുപാട് പേര് വന്നിട്ട് നമ്മളോട് പറയാറുണ്ട്, കമൻസിൽ ഞാൻ കാണാറുണ്ട് കേട്ടോ, എല്ലാവരുടെയും കമൻസ് കാണാറുണ്ട്. പിന്നെ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് കണ്ടില്ല എന്ന് വരും, എങ്കിലും അപ്പോൾ ഇടുന്ന കമൻസ് എല്ലാം ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ഒരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്കൊരു ആശ്വാസമാണ്. ഒരുപാട് പേർക്കൊരു റിലീഫ് കിട്ടിയെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ആ ഒരു റിലീഫാണ്. നിങ്ങൾക്ക് ആരും സപ്പോർട്ടിനില്ലാതിരുന്നൊരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്തൻ ആവാൻ, മാനസികമായിട്ട് ഒന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടാൻ എൻ്റെ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ അതിനെനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളും കണക്റ്റഡാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ, എന്നിലേക്ക് വരുന്ന ആൾക്കാർ, നമ്മൾ തമ്മിലൊരു കണക്ഷനുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നിങ്ങളെൻ്റെ വാക്കുകൾ കേൾക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അതിജീവിച്ച് ഒരു ഒരു പവറിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്, നിങ്ങൾ സ്ട്രെങ്തൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ട് വർഷങ്ങളായിട്ടുള്ളവരുണ്ടാവാം, മാസങ്ങളായിട്ടുള്ളവരുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ വൈസ് ചേഞ്ചാണ്. എങ്കിലും ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പോലെ ഇതിൽ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ്, സഫറിങ് ഇൻ സൈലൻസ്, ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് പല രീതിയിൽ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം. അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കേജ് ആയിരിക്കാം, ചിലവർക്കല്ല ഫിസിക്കലി അല്ല ബ്ലോക്കേജ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാതെ നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും, കരഞ്ഞുറങ്ങിയ ഒരുപാട് ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്ന്, ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന്, ആരും ഇല്ലാതെ, ആരും സപ്പോർട്ടിനില്ലാതെ ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്രേക്കപ്പിന് ശേഷം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇറങ്ങിപ്പോക്കിന് ശേഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ട ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ തടസ്സങ്ങൾ, വെല്ലുവിളികൾ, ഇതൊക്കെ നിങ്ങളെ പുതിയൊരു മനുഷ്യരാക്കി തീർത്തിട്ടുണ്ട്. പലർക്കും ലൈഫിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അത് ഈ ഒരു എനർജിയിലുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് വന്നിട്ടുള്ള 2 പേഴ്സൺസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഒരിക്കലും നിങ്ങൾ തമ്മിൽ, ഇപ്പോൾ നിങ്ങൾ നല്ല സ്ട്രെങ്തനായിട്ടുണ്ടാവാം, നിങ്ങൾ ബോൾഡായിട്ടുണ്ടാവാം, പണ്ട് കരഞ്ഞിരുന്നവരാണെങ്കിൽ നിങ്ങൾ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടാവാം, എല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ ഇവരൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡിലുള്ള അൾട്ടിമേറ്റ്. അതായത് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു പാഷനാണ് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു ഫയറാണ്. അവർക്ക് പകരമായിട്ട് അവരെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ആര് വന്നാലും സാധിക്കില്ല. ചിലപ്പോൾ ചിലരെങ്കിലും വേറെ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൗഹൃദമോ ഒക്കെ ഇതിന് പകരം കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കതൊന്നും സെറ്റായി കാണില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. വേറെ പലരും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാനെന്നുള്ള രീതിയിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇതിൽ നിന്നൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിന്ന് മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു മാറ്റം നിങ്ങൾക്ക് കിട്ടുമോ, റിലീഫ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവണം. പക്ഷേ അവിടെയൊന്നും ഈ ഒരു വ്യക്തിക്ക് പകരം വെക്കാൻ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട.
നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഫയർ ഇവരോടുള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരും, പിന്നെ കുറച്ച് പേരെ ഞാൻ ആ ഒഴിച്ചു വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമാസ് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യും. അപ്പോൾ അത് പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കുറേയൊക്കെ നമ്മൾ അനുഭവിച്ച് തീർത്ത് കഴിയുമ്പോഴത്തേക്കും റിലീസാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് രണ്ടുപേരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വീണ്ടും കണക്റ്റഡ് ആവും. അപ്പോൾ ചിലവരുടെ അത് അത്രയും മോശമായിട്ടുള്ളൊരു കർമ്മയാണ് പാസ്റ്റ് ലൈഫെങ്കിൽ അത് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത് കൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. എത്ര നാൾ കഴിഞ്ഞാലും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരും. ആ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ള ആ ഒരു കാരണത്തിനെ നമുക്ക് തേർഡ് പാർട്ടിന്നോ ബ്ലാക്ക് മാജിക് എന്നോ നെഗറ്റീവ് എനർജി എന്നോ കൈവശം എന്നോ എന്ത് പേരിട്ട് നമ്മൾ വിളിച്ചാലും നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. ഇത് അനുഭവിക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ. ആ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് പോലും വെറുതെ ഉണ്ടായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നിട്ടുള്ളതല്ല. ഇതെല്ലാം പഠിപ്പിക്കാനായിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിച്ചോ? അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഇനി എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു ധൈര്യം നിങ്ങളുടെ മനസ്സിൽ കിട്ടിയോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയോ? ഡിവൈൻ എന്താണ്, യൂണിവേഴ്സ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്കൊന്ന് ഫോർഗീവ്നെസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഉദ്ദേശം, യൂണിവേഴ്സിൻ്റെ ഉദ്ദേശം എന്താണോ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു ഉദ്ദേശം നടപ്പിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും അത് സാധിക്കാതെ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ഇംബാലൻസ് ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളും ഈ ഒരു വഴിയെ തന്നെ വന്നാലേ അതിൽ നിന്നൊരു റിലീസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്താ പറയുക, ആ ഒരു മോക്ഷം എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ നമ്മൾ ആ ഒരു കർമ്മ റിലീസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ആ ഒരു പാതയിലൂടെ വന്നേ മതിയാവുള്ളൂ. പലപ്പോഴും നമ്മൾ റീഡിങ്സിൽ ആ ഒരു ഡെവിൾ കാർഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കാർഡ് അല്ലെങ്കിൽ മിസ്റ്ററി കാർഡ്സൊക്കെ വരുമ്പോൾ എല്ലാം അവർക്കുള്ളതാണ്, അവർ മാത്രമേ ഇത് ബാധിക്കൂ എന്നുള്ളത് കരുതരുത്. പല റിലേഷൻഷിപ്പിലും ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ നിങ്ങൾക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് അറിയുന്നുണ്ടാവില്ല. അവർ ആ ഒരു വഴിക്ക് പോയി. അവർ ചിലപ്പോൾ ടാരറ്റ് റീഡിങ്ങെന്നോ യൂണിവേഴ്സിന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നിങ്ങളിൽ നിന്ന് ഇറക്കി വെക്കാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ്. സോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികളിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധിവരെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളാണ്. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ് നമ്മുടെ നെഗറ്റീവ് എനർജി. അപ്പോൾ അതൊക്കെ ഒന്ന് റിലീസായിട്ട് നന്നായിട്ട് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പേഴ്സൺ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ളൊരു പേഴ്സൺ, ഇനി ഇങ്ങനെയല്ല നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഒരിക്കലും ഇത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി കണക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സൺ ആവോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കരുത്. ഉള്ളി ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പാതയിലൂടെ വന്നിട്ടുള്ള ജേണിയാണ് നിങ്ങളുടേതെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. അവർ തിരിച്ചു വരും, എവിടെ പോയി കഴിഞ്ഞാലും തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ നിയോഗം അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇവർക്കും പരസ്പരം ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ലെസൺസ് പഠിച്ചത് നിങ്ങളാണെന്നും നിങ്ങൾ ധരിക്കരുത്. അവർക്കും അവരുടേതായിട്ടുള്ള നിങ്ങളിൽ നിന്ന് പോകുന്നതിന് ശേഷമുള്ള അവരുടെ ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ടോ? അപ്പം നമ്മൾ പ്രസൻ്റ്ലി ആ ഒരു പേഴ്സൻ്റെ ഇതിലേക്ക് പോന്നിട്ടില്ല. നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചിട്ടുള്ളത്. അപ്പോൾ അവരും നിങ്ങളിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നു നിങ്ങളുടെ വേർപാടിനെ തുടർന്ന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. കാരണം നമ്മളിത് എന്താ പറയുന്ന ഒരു ഒറാക്കിൾ പോലെ തന്നെ ഇതിൻ്റെ മൊത്തം ഒരു ഔട്ട്ലുക്ക് എന്താണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ രണ്ട് വ്യക്തികളുടെ എനർജീസ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലൂസ് ഞാൻ മെയിൻലി ആയിട്ട് കറൻറ്റ് ഫീലിങ്സും അതുപോലെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അല്ലെങ്കിൽ ഇവർ വരുമോ ഇല്ലയോ അതിനൊക്കെയാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളൊരു ഓവറോൾ എനർജി ആയിട്ട് എടുത്തതുകൊണ്ട് അത് നോക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തനിയെ അറിയാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെ ഇന്നതുപോലെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എപ്പോഴും നമ്മൾക്ക് തന്നെ ഒരു ഫസ്റ്റ് പ്ലേസ് മനസ്സിൽ കൊടുക്കുക.
എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് അത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ വീണ്ടും കാണാം.